ഇസ്ലാം മതവിശ്വാസികൾക്ക് ഇനി വ്രതശുദ്ധിയുടെ നാളുകൾ. സൽക്കർമ്മങ്ങളും പ്രാർത്ഥനകളും ആരാധനകളും വർദ്ധിപ്പിച്ച് വിശ്വാസിയുടെ സമ്പൂർണ്ണ സംസ്കരണമാണ് റമളാനിലൂടെ നടക്കുന്നത്. ഇസ്ലാമിക കലണ്ടർ പ്രകാരം ഷഅബാൻ 29 പൂർത്തിയായതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് പലയിടങ്ങളിലും മാസപ്പിറവി വീക്ഷിക്കാൻ സജ്ജീകരണം ഒരുക്കിയിരുന്നു. മാസപ്പിറ ദൃശ്യമായെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വിവിധ ഖാലിമാർ മാസപ്പിറവി സ്ഥിരീകരിച്ചു. ജിഫ്രി മുത്തുകോയത്തങ്ങൾ, പാണക്കാട് സാദിഖലി ശിഹാബ്ദങ്ങൾ, മുഹമ്മദ് കോയത്തങ്ങൾ, ജമലുല്ലൈലി, ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഹാരി, പാളയം ഇമാം VP സുഹൈബ് മൗലവി തുടങ്ങിയവർ സംയുക്തമായാണ് റമളാൻ വ്രതാരംഭം പ്രഖ്യാപിച്ചത്. കഴിഞ്ഞകാല പാപങ്ങളൊക്കെ പൊറുക്കപ്പെടാൻ ഈ പരിശുദ്ധ റമളാനിനെ വ്രതമനുഷ്ഠിക്കുന്നതുകൊണ്ട് സാധിക്കുമെന്നാണ് മുത്ത് ഹബീബായ ഷഫീന റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത്. അത് പാപമോചനത്തിൻ്റെ മാസമാണ്. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരാണ്. അതിനൊക്കെ ഒരു മോചനം, അതിനൊക്കെ പാപമോചനം നടത്താൻ പറ്റുന്ന ഒരു മാസം. ഈ റമദാൻ ഷരീഫ് ലഹരിക്കെതിരെയുള്ള ഒരു ക്യാമ്പയിനായിട്ടാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. പ്രാർത്ഥനാ നിർഭരമായ ദിനരാത്രങ്ങളാണ് ഇസ്ലാം മതവിശ്വാസികൾക്ക് റമളാൻ. പകൽ സമയം ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കൽ മാത്രമല്ല, പകലും രാത്രിയുമായി നമസ്കാരവും ഖുർആൻ പാരായണവും പുണ്യപ്രവർത്തികളുമായി ഒരു മാസക്കാലം ഇസ്ലാം മതവിശ്വാസികൾ സജീവമാകും. ആത്മസംസ്കരണത്തിന്റെ മാസമാണ്, കാരുണ്യത്തിന്റെ മാസമാണ്, നരക വിമോചനത്തിന്റെ മാസമാണ്. കാരുണ്യവും മഗ്ഫിറത്തും, അതായത് നമുക്ക് അള്ളാഹു പുറത്തു തരുന്ന ഒരു മാസം കൂടിയാണ് റമളാൻ. ആ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധരായിക്കൊണ്ട് റമളാൻ മാസത്തെ ധന്യമാക്കാൻ എല്ലാ വിശ്വാസികളും തയ്യാറാക്കണം. ലഹരിയുടെയൊക്കെ അടിമകളായിക്കൊണ്ട് നമ്മുടെ യുവസമൂഹം വ്യതിചലിച്ചു പോകുന്ന ഈ കാലഘട്ടത്തിൽ ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് വേണ്ടിയിട്ട് ശക്തമായിട്ട് ഈ റമളാൻ മാസത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. മീഡിയ 1 കോഴിക്കോട്.